ബ്ലോക്ക് ബസ്റ്റർ മീഡിയയുടെ എല്ലാ സിനിമാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെന്നും ചെറിയ ചെറിയ കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ തൃശ്ശൂരിലൂടെ വന്നപ്പോൾ തേക്കിങ്ങാടി വെച്ചൊരു ചേട്ടനെ പരിചയപ്പെടുകയുണ്ടായി. ഒരുപാട് വളരെ കഴിവുകളുള്ള ഒരുപാട് കലാകാരന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. ഒരു പക്ഷേ അവരൊന്നും തിരിച്ചറിയപ്പെടാതെ പോകുന്ന പല സന്ദർഭങ്ങളുണ്ട്. കാരണം അവർക്ക് ഒരുപാട് സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ നല്ല പ്ലാറ്റ്ഫോമുകൾ കിട്ടാത്ത കാരണമായിരിക്കും ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അവരെ തിരിച്ചറിയാത്തത്. അപ്പോൾ ഞാൻ ഇന്നൊരു ചേട്ടനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നുണ്ട്. ആ ചേട്ടൻ്റെ ഒരു പ്രത്യേകതരം മിമിക്രിയാണ്. അത് ഞാൻ ചേട്ടനെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്തിട്ടാണ്? എൻ്റെ പേര് ജോബി. സ്ഥലം പീച്ചി. മിമിക്രി ആർട്ടിസ്റ്റാണോ? അതെ, മിമിക്രി ഉണ്ട്, ബാൻഡ് സെറ്റ് ഉണ്ട്. ബാൻഡ് സെറ്റ് ഈ പൂരത്തിലും പെരുന്നാളിലൊക്കെ ഉള്ള ബാൻഡ് സെറ്റ് മിമിക്രിയാണ് കൂടുതലും. ഓരോരുത്തർ അതാണ് സപ്പോർട്ട് ചെയ്യണത്. അതെ. മിമിക്രി ചെറുപ്പം മുതൽ എങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ളതാണോ അതോ? അല്ല, ഞാൻ സംസാരിക്കില്ലായിരുന്നു. ഞാൻ 1 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ഞാൻ സംസാരിക്കില്ലായിരുന്നു. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ചേട്ടൻ സംസാരിച്ച ശീലമായിരുന്നു. പിന്നെ റിപ്പീറ്റ് ആയിട്ട് അതായത് സ്കൂളിൽ പോയി നമുക്ക് ഇതില്ലാത്ത കാരണം നമ്മളത് ഉള്ളിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കും. അപ്പൻ നന്നായിട്ട് പാട്ട് പാടുകയായിരുന്നു. അപ്പൻ ആ കഴിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ അപ്പൻ്റെ കഴിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു ഇതില്ലാത്ത കാരണം. അപ്പോൾ നമ്മൾ എൻ്റെ മകൻ എനിക്ക് സപ്പോർട്ടാണ്. മകൻ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, നല്ല മാർക്കോട് ജയിച്ചു. ഈ മിമിക്രി ഇതിനൊക്കെ സപ്പോർട്ട്. ഓക്കെ. ഏത് പിള്ളേർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു കലാകാരനെ. അതെ. അല്ല, എന്നാലും ചെറുപ്പത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിവില്ലാണ്ട് വരുമ്പോൾ ഒരുപാട് മാനസികമായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ. ഞാനിപ്പോൾ ഒരു ഡോക്ടറുള്ള അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ എന്നെ വലിയ കാര്യം. അവിടെ ഈ പിരിമുറുപ്പുള്ളവർ ലൂസാക്കി കൊടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് റിലീഫ് കൊടുക്കണം. ഇപ്പോൾ ഈ കെമിക്കൽ പുളി കഴിച്ചിട്ട് ഈ ടിവിയുടെ ഫിഷറ്റ് പഠിച്ചുകൊണ്ട് ചിലപ്പോൾ കിഡ്നി ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മിമിക്രി സംഗീതമൊക്കെ നമ്മൾ നടക്കുന്നതുകൊണ്ട് ഒരു എക്സസൈസ് ആവില്ലേ, തലയ്ക്കൊണ്ടൊരു എക്സസൈസ്. ഈ പിരിമുറുക്കം ഉണ്ടെങ്കിൽ നമുക്ക് കോമഡി കേൾക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ. അതെ, മരുന്നുകൾ കഴിച്ച് ഡിപ്രഷനിലേക്ക്. അവർ 2 നമ്പർ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നും. ആദ്യം SP, നമ്മുടെ സിംഗർ. ആദ്യം നമ്മുടെ SP ബാലസുബ്രഹ്മണ്യം ജാനിയും തമ്മിലുള്ള വോയിസ് മലരി. ഓക്കെ, ഒന്ന് കേട്ടോ. മലരി മൗനമേ വേഗമാ മലർകൾ പേസുമാ പേസിലാനോയുമാ അൻപേ മലരി മൗനമാ മൗനമേ വേദമാ. ഗംഭീരല്ലേ? ഒരു കൊച്ചു കലാകാരനാണ്. നമുക്ക് ഇതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. 2 വോയിസാണ് ഒറ്റ ടൈമിൽ അല്ലേ? ഇനി അടുത്തത് ഞാൻ ഒരു ലേഡീസ് വോയിസിൽ ശങ്കരഭരണം. ഓക്കെ. അത് SP ആണ് ശരിക്കും പാടിയിട്ടുള്ളത്. അതായത് ഇങ്ങനെയാണ്, 2 വാക്ക് ഇങ്ങനെയാണ്. ശങ്കര നാഥ ശരീര പര വേദവിഹാര ജീവേശ്വര. ഇതൊരു ലേഡി പാടുവാണെങ്കിൽ ശങ്കര നാഥ ശരീര പര വേദവിഹാര ജീവേശ്വര. ഗംഭീരം. ഇനി പിന്നെയുള്ളത് അതുപോലെ അച്ഛമാമൻ പൊളിറ്റീഷ്യൻ. ഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നമ്മൾ ചൊവ്വാഴ്ചയ്ക്കാ പോരടോ. പിന്നെ സിനിമാ നടന്മാർ അറിയില്ല. അതുപോലെ കോട്ടയം പ്രതിഭേട്ടൻ, മരിച്ചുപോയിട്ടുള്ള പ്രതിഭേട്ടൻ. പുട്ടുണ്ട്, ലിവറുണ്ട്, ചപ്പാത്തിയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുട്ടയുണ്ട്, ചമ്മന്തിയുമുണ്ട്, വിശപ്പുമുണ്ട്. പിന്നെ അതുപോലെ ലത മങ്കേഷ്കർ ഫേമസ്. ഇതിൻ്റെ മലയാളം കോമഡി. തലക്കീഴി നിന്ന ശീർഷാസനം, കാൽമേലെ വന്ന യോഗാസനം, ഡെയിലി ബാറിലെ സ്മോളാസനം, അടിച്ചെവിയിലായ വാമാസനം. പിന്നെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കുടുംബ പ്രശ്നം. അതെ. ഇന്നെല്ലാം ഇപ്പൊ സ്വത്തിന് വേണ്ടി മക്കൾ തന്തേനെയും തള്ളിയും പെരുവിലാക്കണ കാല. ഇത് ഞാനൊരു കോമഡി രൂപത്തിലാക്കാൻ പോവാണ്. എൻ്റെ പേര് മാത്തുക്കുട്ടി, എൻ്റെ നാട് മാട്ടുപ്പെട്ടി, മുദ്രപത്രം വാങ്ങാൻ വന്ന ഞാൻ എൻ്റെ പൊന്നു തള്ള പെട്ടിയിലാക്കി കൊണ്ടുപോകാനാ. പിന്നെ എന്തൊക്കെ? അതുപോലെ ഇരുമയുടെ വോയിസ്.
ഇതിന് കറക്കുമ്പോൾ അതൊരു വേറെ ശൈലിയാണ്. ഈ ഫിച്ച് നമ്മളൊരു ഓട്ടോറിക്ഷ ഗീർ ഇടുമ്പോൾ കയറ്റം കയറുമ്പോൾ ഓട്ടോറിക്ഷ ഗീർ മണ്ണ പോലെ സാധാരണ രീതിയിൽ തേങ്ങ ചിരണ്ടുമ്പോൾ 2 വോയിസ് എടുക്കാം. അപ്പോൾ ആദ്യം ഫുൾ തേങ്ങ എടുക്കുമ്പോൾ ഏകദേശം കഴിയുമ്പോൾ 2. അതുപോലെ അക്കങ്ങളെ കൊണ്ട് പാട്ട് പാടുന്നു. അതായത് മാതിരിയുടെ വോയിസ്. ഈ പാട്ട് അക്കങ്ങളെ കൊണ്ട് പാടാം. പിന്നെ ഇതിലും പ്രത്യേക അതുപോലെ നമ്മുടെ വാണിയമ്മ വാണിയം ഇതേ ഫിച്ചാണ് നമ്മുടെ കുളക്കോഴി. ഇതേ ഫിച്ചാണ് താറാവായിട്ട് പോയി. അത് കഴിയുമ്പോൾ ഫിച്ച് മാറും. അതായത് ഇങ്ങനെ ഫിച്ച് കഴിയുമ്പോൾ ഈ താറാവായിട്ട് വരുമ്പോൾ താറാവ് അതിൻ്റെ കഴുത്ത് പിടിക്കുമ്പോൾ ഫിച്ച് മാറി. ഇതൊക്കെയാണ് മെയിൻ നമ്പർ. വേറെ എന്തെങ്കിലും ബാൻഡ് സെറ്റൊക്കെ ആയിട്ട് അത് സ്കില്ല് അല്ലേ? ഞാൻ ചെണ്ട കൊണ്ട് അതൊരു ഈ ചെണ്ട കൊണ്ട് ഞാൻ ഒരു ഫാമിലി രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ചെണ്ട അപ്പൻ, തബല മകൻ, മൃദംഗം അമ്മ. ഇതൊരു ഫിച്ച് കൊണ്ടുവന്നിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ. ആദ്യം അപ്പൻ പറയാണ് പുട്ടുക്കറെഡി 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 എന്ന്. അപ്പം മകൻ പറയും എപ്പ കിട്ടും എപ്പ കിട്ടും എപ്പ കിട്ടും എപ്പ കിട്ടും. അപ്പം അമ്മ പറയും നക്കിത്തണ്ടി നക്കിത്തണ്ടി നക്കിത്തണ്ട് നക്കിത്തണ്ട്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളാണ് കണ്ടത്. അപ്പം ഇങ്ങനെ ഈ മറ്റേ ടെലിവിഷൻ പരിപാടികളിലേക്കൊക്കെ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് പ്രോഗ്രാംസ്. എനിക്ക് ചെറിയ 24 ന്യൂസ് TCV ചാനല്, പിന്നെ പഞ്ചായത്ത് തലത്തിൽ അറിയപ്പെടുന്ന കലാപ്രതിഭയാണ്. അതല്ലേ? അപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കിട്ട് പ്രോഗ്രാമുകൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പോൾ പരിചയപ്പെട്ടുള്ള സന്തോഷം. എൻ്റെ പേര് ജോബി. വീട് പറഞ്ഞത് ബീച്ചിലാണ് വീടല്ലേ? ഓക്കെ. പീച്ചി ആ പേട്ടയിൽ ചോദിച്ചറിയാം, വെലങ്ങന്നൂർ സെൻറ്ററിൽ ചോദിച്ചാൽ അവിടെയൊക്കെ ഞാൻ പേര് കേട്ട ആളാണ്. അതല്ലേ? അവിടെ വന്നിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് ജോബി. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് അവസരങ്ങൾ ചേട്ടൻ തേടിയെന്നല്ലേ ചേട്ടാ? അപ്പോൾ എവിടെയാണ് ചേട്ടൻ കണ്ടെത്തുന്നുണ്ടെങ്കിൽ പീച്ചിയിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും പീച്ചി സെൻറ്ററിൽ ബീച്ച് ഡാമിൽ ചെന്ന് പെട്ടാൽ ആരായാലും പറഞ്ഞു തരും. മിമിക്രി ആർട്ടിസ്റ്റ് ജോബി വീഡിയോ വെച്ചാൽ മതി. ഓക്കെ ചേട്ടാ.